മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോൾ കരയിപ്പിക്കുകയും ചെയ്ത നിരവധി കലാകാരന്മാരാണ് അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയത്. ചിലർ വലിയ താരങ്ങളായിരുന്നു, ചിലർ സപ്പോർട്ടിംഗ് റോൾസിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവരായിരുന്നു, മറ്റു ചിലർ ടെലിവിഷൻ സീരിയലുകളിലൂടെ നമ്മുടെ വീടുകളിൽ പരിചിത മുഖങ്ങളായി മാറിയവരും. 2025 മുതൽ 2026 വരെ മലയാള സിനിമക്കും ടെലിവിഷൻ രംഗത്തിനും നഷ്ടമായ ചില പ്രിയപ്പെട്ട നടന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. അവരുടെ ജീവിതവും സിനിമയിലെ സംഭാവനകളും ഇന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടൻ രവികുമാർ മേനോനെ കുറിച്ചാണ്. മലയാളത്തിലും തമിഴിലും ശ്രദ്ധേയനായ നടനായിരുന്നു അദ്ദേഹം. 1970കളിലും 80കളിലും നായകനായും പിന്നീട് സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോൾസിലും അദ്ദേഹം അഭിനയിച്ചു. ഉല്ലാസയാത്ര, അമ്മ, ലിസ, അവളുടെ രാവുകൾ, അങ്ങാടി തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം മലയാളി പ്രേക്ഷകർക്ക് പരിചിതനായി. 100-ലധികം മലയാളം തമിഴ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ 4 ചെന്നൈയിൽ വെച്ച് 71ാമത്തെ വയസ്സിലാണ് രവികുമാർ മേനോൻ അന്തരിച്ചത്. ക്യാൻസറിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. മോഹൻലാൽ നായകനായ ആറാട്ട്, മമ്മൂട്ടി നായകനായ CBI 5, ദ ബ്രെയിൻ എന്നിവയിലും അദ്ദേഹത്തിൻ്റെ അവസാനകാല പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടൻ EA രാജേന്ദ്രനെ കുറിച്ചാണ്. 2026 മലയാള സിനിമയ്ക്ക് നഷ്ടമായ മറ്റൊരു ശ്രദ്ധേയനായ കലാകാരനാണ് EA രാജേന്ദ്രൻ. തിയേറ്ററിലൂടെയാണ് അദ്ദേഹം കലാരംഗത്തേക്ക് എത്തിയത്. പിന്നീട് സിനിമയിലും ടെലിവിഷനിലും സജീവമായി. പ്രണയവർണ്ണങ്ങൾ, ദയ, പട്ടാഭിഷേകം, കളിയാട്ടം, നരസിംഹം, മീശമാധവൻ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം ക്യാരക്ടർ വില്ലൻ റോൾ അവതരിപ്പിച്ചു. ഏകദേശം 60 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 26 71ാമത്തെ വയസ്സിലാണ് EA രാജേന്ദ്രൻ അന്തരിച്ചത്. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു അദ്ദേഹം. തിയേറ്റർ, സിനിമ, ടെലിവിഷൻ എന്നീ 3 മേഖലകളിലും സംഭാവന നൽകിയ കലാകാരനായിരുന്നു EA രാജേന്ദ്രൻ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രമുഖ നടൻ കലാഭവൻ നവാസിനെ കുറിച്ചാണ്. മിമിക്രി രംഗത്തു നിന്നാണ് നവാസ് സിനിമയിലേക്ക് എത്തുന്നത്. മാട്ടുപ്പെട്ടി മച്ചാൻ, ജൂനിയർ മാൻഡ്രേക്ക്, അമ്മ അമ്മായിയമ്മ തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം പ്രേക്ഷകർക്ക് പരിചിതനായി. സിനിമയ്ക്ക് പുറമെ സ്റ്റേജ് ഷോസ്, ടെലിവിഷൻ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം സജീവമായിരുന്നു. 2025 ഓഗസ്റ്റ് 1 51ാമത്തെ വയസ്സിലാണ് കലാഭവൻ നവാസ് അന്തരിച്ചത്. ഒരു കലാകുടുംബത്തിൽ നിന്നെത്തിയ നവാസ് മിമിക്രിയും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോയ കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം മലയാള സിനിമ ടെലിവിഷൻ രംഗത്തെ വലിയൊരു നഷ്ടമായിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മലയാള സിനിമയ്ക്ക് വളരെ വലിയ നഷ്ടമായ സലീം കുമാറിനെ കുറിച്ചാണ്. കോമഡി മാത്രമല്ല, സീരിയസ് കഥാപാത്രങ്ങളും അതേ മികവോടെ അവതരിപ്പിച്ച നടനായിരുന്നു സലീം കുമാർ. 300-ലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും വേഴ്സറ്റൈലായ പെർഫോമേഴ്സിൽ ഒരാളായിരുന്നു. അയാളും ഞാനും തമ്മിൽ, പെരുമഴക്കാലം, അയാളും ഞാനും തമ്മിൽ പോലുള്ള സീരിയസ് പെർഫോമൻസസ് മുതൽ മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, പുലിവാൽ കല്യാണം പോലുള്ള കോമഡി റോൾസും വരെ അദ്ദേഹം മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. നാഷണൽ അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2026 ജൂൺ 6 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സലീം കുമാർ അന്തരിച്ചത്. 56 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ മലയാള സിനിമയ്ക്ക് ഒരു മികച്ച നടനെയും അതുല്യ കോമഡി ടാലൻറ്റിനെയും നഷ്ടമായി. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടൻ ഹരിമുരളിയെ കുറിച്ചാണ്. ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് എത്തിയ നടനായിരുന്നു അദ്ദേഹം. രസികൻ, പട്ടണത്തിൽ ഭൂതം, അണ്ണൻ തമ്പി, ഡോൺ, 2 ഹരിഹർ നഗർ, പ്രമുഖൻ, അമർ അക്ബർ അന്തോണി തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാലതാരമായിരിക്കെ രസികൻ എന്ന ചിത്രത്തിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് വിഷ്വൽ ഇഫക്ട്സ്, ഗ്രാഫിക്സ് മേഖലയിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. 2026 മാർച്ചിൽ 27ാമത്തെ വയസ്സിലാണ് ഹരിമുരളി അന്തരിച്ചത്. മരണത്തിൻ്റെ കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കലാകാരൻ്റെ ജീവിതം അവസാനിച്ചത് സിനിമാ മേഖലയെ ഏറെ ദുഃഖത്തിലാക്കിയിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടൻ ഷാനവാസിനെ കുറിച്ചാണ്. മലയാള സിനിമയിലെ ഇതിഹാസ താരം പ്രേം നസീറിൻ്റെ മകനായ ഷാനവാസ് അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയി. 1981 പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് മലയാളത്തിലും തമിഴിലുമായി 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു.
മഴനിലാവ്, ഈ യുഗം, മണിയറ, നീലഗിരി, ചൈന ടൗൺ, ജനഗണമന തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഭാഗമായിരുന്നു. സിനിമയ്ക്ക് പുറമെ നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു. 2025 ഓഗസ്റ്റ് 4 71 വയസ്സിലാണ് ഷാനവാസ് അന്തരിച്ചത്. ദീർഘനാളത്തെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. പ്രേം നസീറിൻ്റെ മകൻ എന്ന വിശേഷണത്തിനപ്പുറം സ്വന്തമായ അഭിനയ ജീവിതം സൃഷ്ടിച്ച കലാകാരനായിരുന്നു ഷാനവാസ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടൻ അഖിൽ വിശ്വനാഥിനെ കുറിച്ചാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ വിട്ടുപോയ നടനാണ് അഖിൽ വിശ്വനാഥ്. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ചോല എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് അഖിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. 2025 ഡിസംബർ 14 30 വയസ്സിലാണ് അഖിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രോമിസിംഗ് ആയിരുന്ന ഒരു നടൻ്റെ കരിയർ പെട്ടെന്ന് അവസാനിച്ചത് സിനിമാ രംഗത്തെ പലരെയും ദുഃഖത്തിലാക്കി. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ ലഭിച്ച ഓർമ്മകളാണ് ഇനി പ്രേക്ഷകരുടെ മുന്നിലുള്ളത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടനായ വിഷ്ണുപ്രസാദിനെ കുറിച്ചാണ്. സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായിരുന്ന നടനായിരുന്നു അദ്ദേഹം. റൺവേ, ലയൻ, മാമ്പഴക്കാലം, കയ്യെത്തും ദൂരത്ത്, ലോകനാഥൻ IAS, ബെൻ ജോൺസൺ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ടെലിവിഷൻ സീരിയൽ രംഗത്തും നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. 2025 മെയ് 1 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം അന്തരിച്ചത്. കരൾ സംബന്ധമായ ഗുരുതര രോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമായിരുന്നു. കുടുംബം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു പ്രായം. സിനിമയിലും സീരിയലിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച ഒരു കലാകാരനെയാണ് മലയാളികൾക്ക് നഷ്ടമായത്. 2026 അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപോയ മറ്റൊരു നടനാണ് സന്തോഷ് കെ നായർ. 1982 ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. തുടർന്ന് 100-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചു. ഹീറോ, വില്ലൻ, സപ്പോർട്ടിംഗ് ആക്ടർ, കോമഡി റോൾസ് തുടങ്ങിയ വ്യത്യസ്ത കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ജിഞ്ചർ, കസിൻസ്, 1921, പുഴ മുതൽ പുഴ വരെ, ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഭാഗമാണ്. 2026 മെയ് 5 പത്തനംതിട്ടയിലെ ഏനാത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരിച്ചത്. 65 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിൻ്റെ അവസാനകാല സിനിമകളൊന്നായിരുന്നു ഭരതനാട്യം 2, മോഹിനിയാട്ടം. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രമുഖ നടനായ ശ്രീനിവാസനെ കുറിച്ചാണ്. നടൻ മാത്രമല്ല, തിരക്കഥാകൃത്ത്, സംവിധായകൻ, സാമൂഹിക നിരീക്ഷകൻ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചു. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, സന്ദേശം, വരവേൽപ്പ്, തലയന മന്ത്രം, മിഥുനം, അഴകിയ രാവണൻ, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ശക്തി കാണിച്ചവയാണ്. ഏകദേശം 5 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ സജീവമായിരുന്ന ശ്രീനിവാസൻ 2025 ഡിസംബർ 20 അന്തരിച്ചു. 225-ലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും തിരക്കഥകളും മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. ശ്രീനിവാസൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ്. രവികുമാർ മേനോൻ, വിഷ്ണുപ്രസാദ്, കലാഭവൻ നവാസ്, ഷാനവാസ്, ശ്രീനിവാസൻ, അഖിൽ വിശ്വനാഥ്, ഹരിമുരളി, EA രാജേന്ദ്രൻ, സന്തോഷ് കെ നായർ, സലീം കുമാർ ഇവർ ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷേ അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളും അവർ സമ്മാനിച്ച ചിരികളും സിനിമകളും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ജീവിക്കും. ഇവരിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആരായിരുന്നു? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള മലയാളം സിനിമ സ്റ്റോറീസ്, സെലിബ്രിറ്റി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.